എം ജെ അങ്കിൾ, നമ്മൾ എല്ലാ പ്രാവശ്യവും ഒരു അമ്പത്തൂർ സിംഗത്തെ വിളിക്കാറുണ്ട്. ഇപ്രാവശ്യം നമ്മളൊരു അമ്പത്തൂർ ഫാമിലിയെ വിളിക്കാൻ പോവാണ്. ഒരു ഫാമിലി മൊത്തം സിംഗങ്ങളാണ്. വിളിച്ചാലോ? ഫാമിലി റൗണ്ട് ആണ്. ലെറ്റ്സ് വെൽക്കം നമ്മുടെ റൈക്ക കുട്ടി ആൻഡ് ഫാമിലി ഓൺ സ്റ്റേജ്. ഹായ് റൈക്ക കുട്ടി. ஹலோ ஹலோ, எப்படி இருக்கு ரைக்கா? சூப்பரா இருக்கேன். நீங்களெல்லாம் எப்படி இருக்கீங்க? நானும் சூப்பரா ரொம்ப இருக்கேன் நல்லா ரைக்கா. இருக்கும். இன்னைக்கு எனக்கு ரொம்ப நிறைய காரியங்கள் சொல்றதுக்கு உண்டு. அப்படியா? ஆமா, என்னது? എന്തത്? ஃபர்ஸ்ட் வந்து ഇത് ഞാൻ நிறைய നാളെ ചൊല്ലെന്ന് നനച്ചിട്ടിരിക്കുന്ന ഒരു കാര്യമാക്കും. എന്നെ வந்து கோழிக்கோடுல சில்வர் ஹில்ஸ் சொல்லிட்டு ஒரு ஸ்கூல்ல ஸ்கூல். ஆமா. அவளோட கிண்டர் கார்டன் ஆனுவல் டேக்கு என்ன சீஃப் கெஸ்டா கூப்பிட்டா. வாவ். ஓ, செலிபிரிட்டியா இருக்க நீ. அப்ப நான் அங்க போனேன். அதுக்கப்புறம் அங்க வந்து அவ ரொம்ப நல்ல ஹாஸ்பிட்டாலிட்டி தந்தா. எனக்கு அது ஒரு பெரிய எக்ஸ்பீரியன்ஸ் ஆயிடுத்து. அங்கதான் நம்ம ஸ்ரேயா குட்டி ஆமாம், படிச்ச அப்பதான் ஸ்கூல். எனக்கு தெரிஞ்சது ஸ்ரேயாக்கா அங்கதான் படிச்சிருக்கா சொல்லிட்டு. எஸ். பின்ன நெக்ஸ்ட் வந்து நான் வந்து இஞ்சருங்கோ பாடினேன் இல்லையா, அதுக்கு வந்து ஸ்ரீலங்கத்துல இருந்து எல்லாம் எனக்கு வரது கமெண்ட்ஸ், இப்படி மெசேஜஸ் எல்லாம் வருது. ஓ, My God. that's great. ரைக்கா இன்டர்நேஷனல் ஆயிட்டாரு. அதுக்கப்புறம் எனக்கு ஃபேமிலி ரவுண்ட். അതാണ് മെയിൻ വിശേഷം. ஓகே. சில்வர் ஹில் ஸ்கூல் நான் கூட போயிருக்கு ஒரு வாட்டி. இதே மாதிரி போயிருக்கு. அது ஞாபகம் வருது. ரைக்கா வருதுன்னு சொன்னாலே எம்ஜேக்கு ஒரு ஸ்பெஷல் ஆமா ஆமா. எனர்ஜி. ஏன்னா எனர்ஜி தமிழ் இருக்கும். அவருக்கு தமிழ் தெரிஞ்ச வருவார். தமிழ் அப்படியே கொட்டிடலாம். നല്ല സൂപ്പർ കോസ്റ്റ്യൂം കേട്ടോ. കിടിലൻ കോമ്പിനേഷൻ. റൈക്കൊക്കെ എപ്പോഴും ഈ ട്രഡീഷണൽ എറ്റയർ ഭയങ്കര രസമായിരിക്കും. தேங்க் யூ. பின்ன உங்களோட கம்மல் எனக்கு ரொம்ப பிடிச்சது. இதா, இது நெஜம் சொன்ன என்னன்னா, இது கம்மல் கிடையாது, ஓ இது என்னோட ஹேர் பேண்ட். ஓ ஓ இது பாரு, ஸ்க்ரன்ச்சி. ஸ்க்ரன்ச்சி தான் ഓ இது. എന്ത് പറ്റിയ സത്യത്തിൽ நம்ம குழந்தைகளோட அந்த மாதிரி பொய்யெல்லாம் பேசக்கூடாது. അപ്പം നമുക്ക് അമ്പത്തൂർ ഫാമിലിനെ നമുക്ക് മീറ്റ് ചെയ്യാം അല്ലേ മീനൂട്ടാ? യെസ്. യെസ്. ഫാമിലി റൗണ്ടിൽ നമ്മുടെ റൈക്ക പെർഫോം ചെയ്യാൻ പോകുന്ന പാട്ട് ഏതാണ്? ആശ്രിത വത്സലനെ. ഒരു സ്പെഷ്യൽ സോങ് ആണത്. കൃഷ്ണ. ആമാം. ഏതാണ് ലിറിക്സ് കൃഷ്ണ? മങ്കൊമ്പ് ഗോപാലകൃഷ്ണൻ സാർ. ഏതാണ് മ്യൂസിക് കൃഷ്ണ? രവീന്ദ്ര ജെയിൻ സാർ. ആരാണ് പാടിയത് കൃഷ്ണ? ഹേമലത മാം. ഏത് വർഷമാണ് കൃഷ്ണ? 1977. സിനിമയുടെ പേരെന്താ കൃഷ്ണ? സുജാത. കൃഷ്ണ. കേക്കല്ലേ നമുക്ക്? കേൾക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് റൈക്ക ബേബി. താങ്ക് യു. ആശ്രിതവത്സലനേ കൃഷ്ണ കൃഷ്ണ, അഭയം നീ അരുളൂ, അഭയം നീ അരുളൂ. ആവൽ ബാന്ധവനേ കൃഷ്ണ കൃഷ്ണ, ആലംബം നീ അരുളൂ, ആലംബം നീ അരുളൂ. ആശ്രിതവത്സലനേ.
ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഭഗവാൻ കൃഷ്ണനോട് എല്ലാ അനുഗ്രഹവും ഫാമിലിക്ക് കിടക്കട്ടും. താങ്ക് യു. ലെറ്റ് ദ ഫാമിലി ബി ബ്ലെസ്ഡ് ബൈ ഹിസ് ഗ്രേസ് ഓൾവേസ്. താങ്ക് യു. കേട്ടോ, அம்பத்தூர் சிங்கம். இப்ப சிங்கம் இல்ல வந்து ரொம்ப பெட்டியா இருக்காங்க. என்னன்னா ஃபேமிலி கூட பெட்டியா இருக்கு. താങ്ക് യു. താങ്ക് യു. இப்ப எனக்கு வந்து நான் தமிழில் புலி இல்ல, ഒരു സാധാ എലി. எலி. அது கரெக்ட். தமிழ்ல எலிதான். இந்த ஃபேமிலி பார்க்கும்போது, அந்த டிவோஷன் பார்க்கும்போது அது வந்து ட்ராமாட்டிக்கா தோணல, ഫ്രം ദ ഹാർട്ട് മാതിരി തോന്നുന്നത്. ദാറ്റ് ഈസ് ഗ്രേറ്റ്. താങ്ക് യു. ആ ഡിവോഷൻ ആണല്ലോ നമുക്ക് അതിലേക്ക് കൊണ്ടുവരുന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഫാമിലിയും കൂടിയാണല്ലോ. അപ്പോൾ അത് ദാറ്റ് ഇസ് വെരി ബ്യൂട്ടിഫുൾ. അത് എപ്പോഴും ഈ ഒരു ഫാമിലിക്ക് ഒരു ലെഗസി ഉണ്ട്. ലെഗസി എന്ന് പറഞ്ഞൊരു കാര്യമുണ്ട്. അതൊരു നമുക്ക് വാങ്ങിക്കാൻ കിട്ടുന്ന സംഭവമല്ല, അത് ഉണ്ടായി വരേണ്ടതാണ്. അപ്പോൾ അത് ഉള്ള അങ്ങനെ റൂട്ടഡ് ആയിട്ടുള്ള ഒരു ഫാമിലിയുടെ ഭാഗമായിട്ട് നമ്മളിവിടെ കണ്ട പെർഫോമൻസ് വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു. താങ്ക് യു. താങ്ക് യു. താങ്ക് യു. ഓരോരുത്തരെയും ഒന്ന് പരിചയപ്പെടുത്താമോ? വെങ്കടേശ്വരൻ, റൈക്കട അമ്മാവൻ. ലത, റൈക്കട പാട്ടി. ഓക്കെ. പുഷ്പ ഗണപതി, രോഹിണിയുടെ കസിൻ സിസ്റ്റർ ഫ്രം നൂറിനി. പാർവതി പരശുരാമൻ, രേഖയുടെ പാട്ടിയുടെ ക്ലോസ് ഫ്രണ്ട്. ഗിരിജ വെങ്കടേശ്വരൻ, റൈക്കയുടെ അമ്മായി. நிஜமா மேம் டாக்டர் தானா? My daughter is a doctor. டாக்டர். ஓ அப்படியா? ഡോക്ടർ ഇസ് എ ഡോക്ടർ. എൻ്റെ പേര് ലക്ഷ്മണൻ, റൈക്കയുടെ അമ്മാവനാണ്, രോഹിണിയുടെ കസിൻ ബ്രദറാണ്. ശരി ശരി, ഓക്കെ. എന്റെ പേര് ഗുരു, റൈക്കട അമ്മാവനും രാജീവിന്റെ ഫ്രണ്ടും ഓക്കെ. അച്ഛന്റെ ഫ്രണ്ടും. ഓക്കെ. എന്റെ പേര് ജാനകി സുബ്രഹ്മണ്യൻ, ഞാൻ ലതാ പാട്ടിയുടെ ഫ്രണ്ട്. പാട്ടിക്ക് താൻ ജാസ്തി ഫ്രണ്ട്സ്. രാമസ്വാമി, റൈക്കാട് ഫ്രണ്ട്. നല്ല അഭിനയായിരുന്നു കേട്ടോ. രാമസ്വാമി അടിപൊളിയായിരുന്നു. ഇടയ്ക്ക് ചിരിയും വരുന്നുണ്ട്. താഴെ വീണ തലയങ്ങ് കുനിച്ചു കളയോ. ആ താഴെ വീണപ്പോ ഞാൻ ശരിക്കും ഞെട്ടിട്ടോ. ഞാൻ വെച്ചു ശരിക്കും വീണോന്ന്. നല്ല രാമസ്വാമിയുടെ അഭിനയായിരുന്നു. ആക്ടിങ് വേറെ ലെവൽ. ഞാൻ രോഹിണി, റൈക്കട അമ്മ. ഞങ്ങൾക്ക് അറിയേയില്ല, ഞങ്ങൾ ആദ്യമായിട്ട് കാണുക. എൻ പേര് റിയ, റൈക്കാട് അനിയത്തി. ரொம்ப ക്യൂട്ടാ പേசுற നീ. ഞാൻ രാജീവ്, റൈക്കാട് ഫാദർ. രാജീവേ, ഇങ്ങനെയൊക്കെ സംഭവം ഉണ്ടല്ലേ. നാടൻ ഭാഷ പറഞ്ഞ അഭിനയം, ഒരു അഭിനയ തികവുണ്ടായിരുന്നു കേട്ടോ. അഭിനയം അല്ലാത്തതുകൊണ്ടാണ്, അത് നാച്ചുറലായിട്ട് മോക്ക് വേണ്ടി ചെയ്തത്. അത് അങ്ങനെ ഒരു ഫീലിംഗ് ആണ്. അതാണ് ഞാൻ ആദ്യം ലെഗസിയെ പറ്റി പറഞ്ഞത്. സ്നേഹത്തിന്റെ ഒരു ലെഗസി വരുമ്പോഴാണ് ഫാമിലി ആവുന്നത്. ഇവരെല്ലാം വന്നതും സ്നേഹത്തിന് വേണ്ടിയിട്ടാ. Yeah, സേലത്തിൽ നിന്നാണ്, എന്റെ അമ്മ സേലത്തിലാണ്. സേലത്തിൽ നിന്ന് വന്നു. ഇവരെല്ലാം എന്റെ അമ്മയോടുള്ള സ്നേഹം, എന്റെ അടുത്ത് റിയ വരെയുള്ള സ്നേഹത്തിനാണ് വന്നത്. പുഷ്പ മാമി വന്നിട്ട് ഉണ്ണിമേനോൻ സാർക്ക് തെരിയறதுக்கு ചാൻസ് ഉണ്ട്. സിസ്റ്റർ വന്ന് ലതാ ദോരൈ. സ്വാമി வெரி க்ளோஸ் டு மீ, வெரி க்ளோஸ் டு மீ. வைஃப் லதாவோட சிஸ்டர். மஸ்கட்ல இருந்தார் அவர். இப்போ நூர்னில இருக்காருல. நாங்களும் கிட்ட கிட்ட தான் இருக்கோம். Yeah, he's in touch always. எஸ் அதான் சொல்ல சொன்னாரு உங்கள்ட்ட. Thank you very much for coming. ஓ தேங்க் யூ. ரேகாவால எங்களுக்கு இந்த மாதிரி ஒரு ஆப்பர்ச்சுனிட்டி கிடைச்சிருக்கு. அல்லக்கு நாங்க இங்க வந்து இது பண்ண முடியும் இல்லையா? ரைக்காவோட பாட்டை பத்தி என்ன சொல்றீங்க? நன்னா பாடுற, ஹார்ட் வர்க்கிங். வெரி குட். இன்னைக்கு நான் வந்ததுலேருந்து அவள் பிரிகால இழுத்து பார்த்துட்டே இருந்திருக்கா. நாங்க தான் கொஞ்சம் வாய்ஸுக்கு ரெஸ்ட் கொடு அப்படின்னு சொல்லுவோம். ரொம்ப ஹார்ட் வர்க்கிங் அண்ட் சின்சியர், இன்வால்வ்மெண்ட் ஜாஸ்தி. அவரோட டீச்சரும் அதான் சொல்லுவாங்க, பின்னி மேம். ரைக்கா இந்த மாதிரி பிரிகா பண்ணா பிரிகுன்னு பேரு வரும். Very happy to have you here. Thank you so much. Please take your seat, please. Thank you so much. ഫാമിലി എല്ലാവർക്കും താങ്ക് യു. ரைக்கா ഓ வாய்ஸ் ரொம்ப பியூட்டிஃபுல்லா இருந்தது. Thank அந்த you. சாங்ல താങ്ക് യു. ஆஷ்ரித வல்சல்னு சொல்லும்போது அது வந்து அந்த சாங்கோட ஃப்ரீக்வன்சி ரொம்ப பியூட்டிஃபுல்லா சிங்க் ஆகுது. താങ്ക് യു. அது மட்டும் இல்ல, கிருஷ்ணான்னு சொன்னது ஒரு இடத்துல வந்து ரொம்ப பியூட்டிஃபுல்லா இருந்தது. താങ്ക് യു. ஒரு இடத்துல வந்து என்னமோ ஏதோ போல இருந்தது. அது என்னது? அந்த ஒரு சங்கதி இருக்குல்ல, ஒரு செகண்ட் ரிப்பீட். ரெண்டு மூணு கிருஷ்ணா இருக்குல்ல, டிஃபரண்ட் சங்கதி இருக்குல்ல. കൃഷ്ണ കൃഷ്ണ അത് ഫസ്റ്റ്. ஓகே. കൃഷ്ണ കൃഷ്ണ അതൊരു ഡെഫിനേഷൻ. മരിസദസരി. അതിലൊരു മകരിസ വരുന്നുണ്ട്. ആ മകരിസ ഗാ ഒരു പ്രശ്നമല്ലേ? മരിസദസരി. അങ്ങനെ വരുമ്പോഴത്തേക്കും ആ ഗാ പോയപ്പോ എന്തൊരു സുഖ. അങ്ങനെ ചെറിയ കാര്യങ്ങളുണ്ട്. ഇനി അടുത്ത കൃഷ്ണ. കൃഷ്ണ കൃഷ്ണ
Krishna Kru 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 da Krishna Krishna na dasari masari na ദസരി മസരി ദസരി മസരി ദസരി മസരി ഇങ്ങനെ മനസ്സിൽ പാടിയാൽ മതി. na ഓക്കെ. ഇനി കൃഷ്ണ ഉണ്ടോ? ഇനിയുണ്ട്. Krishna Krishna അത് கொஞ்சம் കൂടെ ഈസി അല്ലേ? ഈസി தான். അത് നല്ല വന്നത്. thank you அப்ப கிருஷ்ணன் அப்படி அது கேட்டது. ரைக்கா இப்படி எல்லாம் பாடுறது நான் வந்து அந்த குழந்தைய பார்த்து அவருக்கு வந்து சங்கீதத்துல நல்ல ஒரு பிளஸிங் கொடுக்கணும்னு பார்த்தது அவரு. അത് എനിക്ക് பார்க்க முடியும் ഇങ്ങ ഇരുന്നത് കേട്ടോ. അത് വളരെ നന്നായിരുന്നു. ദാറ്റ് വാസ് വെരി ഗുഡ്. ധർമാർത്ഥ ച്യുതിയിൽ ച്യുതിയാണ് നമ്മളെ ച്യുതി കേട്ടോ. ധർമാർത്ഥ ച്യുതിയിൽ ധർമാർത്ഥ ആർത്ഥ ച്യുതിയിൽ ച്യുതിയിൽ അത് പഠിക്കേ. ധർമാർത്ഥ ച്യുതിയിൽ ധർമാർത്ഥ ച്യുതിയിൽ ആ പാ வந்து கொஞ்சம் கூட ശ്രുതി ചേരണം. ധർമാർത്ഥ ച്യുതിയിൽ ച്യുതിനാ ച്യുതിനാ ഗോയിങ് ഡൗൺവേർഡ്. ധർമ്മം வந்து கீழே போகும்போது அப்ப அந்த மாதிரி லைஃப் வந்து அந்த மாதிரி தான் நடக்கிறது. அப்பதான் பகவான் என்ன சொல்றது, யதா யதா ஹி தர்மஸ்ய க்ளானிர் பவதி பாரத அபியுத்தானம் அதர்மஸ்ய ததாத்மானம் സൃജാമ്യഹം ഭഗവത്ഗീതയിൽ சொல்றது. ച്യുതി എന്ന് പറയുമ്പോ ക്ഷയിക്കുക. അതാണ് ഗോസ് ഡൗൺവേർഡ് എന്ന് പറഞ്ഞാൽ ക്ഷയം അത് വരുന്നു. അപ്പൊ ആ സമയത്ത് ആണ് ഗ്ലാനിർ ഭവതി ഭാരത അഭ്യുത്ഥാനം അധർമ്മസ്യ. എപ്പോഴാണോ അധർമ്മം വരുന്നത്, ധർമ്മം ഇല്ലാണ്ടാകുന്നത്, തദാത്മാനം സൃജാമ്യഹം, അവിടെ ഞാൻ വരും എന്നാണ് ഭഗവാൻ കൃഷ്ണൻ പറയുന്നത്. അതാണ് ഈ പാട്ടിൽ അങ്ങനെ എഴുതിയിരിക്കുന്നത്. പിന്നെ ഈ പാതാരവിന്ദത്തിൽ സന്നിധാനം അത് ഫസ്റ്റ് സന്നിധാനം കൃത്യമാ அந்த സന്നിധാനത്തിൽ വന്നത്. സെക്കൻഡ് வந்து സന്നിധാനത്തിൽ அந்த 18 സ്റ്റെപ്പുകൾക്ക് ഇപ്പുറം വന്നത്. അത് എന്നത് സന്നിധാനം സന്നിധാനം ഇപ്പൊ കറക്റ്റ്. അപ്പൊ നോട്ട് എന്നത് അതാ സിമ്പിൾ. சின்ன சின்ன ஸ்லிப்ஸ் இருந்தது. ஒரு மிக்ஸ் பேக் டுடேஸ் பெர்ஃபார்மன்ஸ். பட் வந்து குடும்பம் வந்தது இல்ல, அப்ப அந்த மிக்ஸ் பேக் எல்லாம் எடுத்து வெளியே தூக்கி போட்டாச்சு, வெளியில தூக்கி போட்டாச்சு. அப்ப வந்து டோட்டலா பாக்கும்போது நல்ல பெர்ஃபார்மன்ஸ், நல்ல டிவோஷன் இருந்தது. டிவோஷன். ഓക്കേ, റൈക്ക എന്താ വോയിസ് നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഇപ്പൊ റൗണ്ട് ആയി പോ. ഡിവോഷനിൽ നല്ല മുഴുകി മോള് പാടി. അങ്കിൾ പറഞ്ഞല്ലേ, MJ അങ്കിൾ പറഞ്ഞേ. അപ്പൊ അതെല്ലാം നോട്ട് ചെയ്തിട്ട് കുറച്ച് ഫൈൻ ട്യൂൺ ചെയ്തിട്ട് പാടണം. എനിക്ക് തോന്നുന്നു ഓവറായിട്ട് പ്രാക്ടീസ് ചെയ്തോ എന്നൊരു സംശയം എനിക്ക്. മോള് ഇവിടെ വരുന്നതിന് മുമ്പേ ഒരുപാട് പ്രാക്ടീസ് ചെയ്യണ്ട മോളെ. 10 മിനിറ്റ് മാക്സിമം 10 മിനിറ്റ് ഓർ 15 മിനിറ്റ് ഓവറായി പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ സംഗതീസ് വോണ്ട് വർക്ക് ആൻഡ് ശ്രുതി വോണ്ട് മാച്ച്. പെർഫോമൻസിന് മുമ്പേ ഒരു 10 മിനിറ്റ്സ്, നോട്ട് മോർ ദാൻ ദാറ്റ്. പക്ഷെ ബ്യൂട്ടിഫുൾ ആയിരുന്നു കേൾക്കാൻ. നല്ല എന്താ പറയുക, ഡിവോഷനോട് കൂടി വിത്ത് ഫാമിലി മോനെ രക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു ഒക്കെ കൂടി നല്ല രസമായിരുന്നു കാണാൻ. വിഷ്വലി ഇറ്റ് വാസ് എ ട്രീറ്റ് ഫോർ യു. ഗുഡ് ലക്ക് റൈക്ക ബേബി. നല്ല ഡിവോഷൻ ഉണ്ടായിരുന്നു കേട്ടോ പാടിയതില്. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ. എന്താ പറയാ, ആ ഒരു തീം ഉണ്ടായിരുന്നല്ലോ, എല്ലാരും അഭിനയിച്ച ആ തീം, അതിന്റെ ആ ഒരു ഡിവോഷൻ നമ്മുടെ അടുത്തേക്ക് എത്തി എന്ന് പറയാം. ഇറ്റ് വാസ് സോ ബ്യൂട്ടിഫുൾ കേട്ടോ. കൂടെ ഫാമിലിയുടെ സപ്പോർട്ടും പാർട്ടിയുടെ ഫ്രണ്ട്സ് ഒക്കെ വന്നപ്പോഴത്തേക്കും ரொம்ப அழகா இருந்தது எல்லாம். அப்புறம் எனக்கு அந்த பெரிய இம்ப்ரூவ்மெண்ட் எதுல இருக்குதுன்னா, அந்த பிரெத்தோட இம்ப்ரூவ்மெண்ட் ரொம்ப நல்லா வந்தது. கிளாரிட்டி வந்திருக்கு. முன்னாடி வந்து பாடும்போது அந்த தமிழோட கொஞ்சம் ஸ்லாங் இருக்கும், இப்போ வந்து அது நிறைய குறைஞ்சிருக்கு. ரொம்ப கரெக்ஷன் எல்லாம் கிடையாது. ஆசிரித்த வல்சலனே அதெல்லாம் கிருத்தியமா பாடிட்டாங்க. ஓகே, நல்லா பாடி இருக்கு ரைக்கா. அப்புறம் காஸ்டியூம் ரொம்ப பிடிச்சிருக்கு, அந்த ஃபேமிலியோட தீம் ரொம்ப பிடிச்சிருக்கு. நல்ல கிட்ல ஃபேமிலி. ரியா குட்டியோட பாடல். So Raika, attention to details. Yes. Okay? Take a little more care. Raika, இன்னும் வந்து மார்க்ஸ் வந்து ஸ்ப்ளிட் பண்றேன். அப்ப 97 on 100 for Raika today. Party and friends
3 ബാക്കി 3 അവർക്ക്. റിയാക്ക് എന്നാ മാർക്ക്? റിയാക്ക് ரியா லிட்டில் ஏஞ்சல் மார்க் கிடையாது. அப்படியா? റിയാക്ക് 100 100. 150. ரியா குட்டிக்கு 150. ரொம்ப நல்லா இருந்தது. ரொம்ப அழகா பாடினேன். ரைகா குட்டி, ஆல் த வெரி பெஸ்ட். ஃபேமிலி எல்லாருக்கும் தேங்க்யூ. அட்டா, பை.